സങ്കടമായിട്ട് ഞാൻ അംഗൻവാടിയിട്ട് പോയിട്ട് വരുമ്പോ അവള് സങ്കടമായിട്ട് റൂമിൽ വായനടച്ചിട്ട് ഞാനത് കേട്ടോണ്ടിരിക്കായിരുന്നു നീ പറയണതൊക്കെ. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവള് 10 ദിവസം നിക്കാൻ വന്നല്ലേ. ഇവിടെ വരുമ്പോ അവളല്ലേ നോക്കണ്ടത്. ശരിയല്ലേ. എന്നാൽ ആ മോളുടെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് ചീത്ത പറയുമ്പോ ആ കുട്ടിക്ക് വിഷമമാവില്ലേ? അവള് നമ്മളില്ലെങ്കിൽ അവള് നോക്കേണ്ടതല്ലേ അവളെ. ഞാനിവിടെ കിടികിടിന്ന് പറയാൻ നിക്കണു. നിങ്ങളെന്താ പറയണേ? നിന്റെ മോളെ ഓരോന്ന് പറയുമ്പോ ഞാൻ വിട്ടുകൊടുത്ത് നിക്കണ. ഇപ്പൊ തന്നെ വിട്ടുകൊടുത്തു. വിടേണ്ട കാലം വരുമ്പോ വിട്ടുകൊടുത്തോളൂ. അവളെന്താ വന്നെന്ന് പറയുമ്പോ ഇതിന് പാലെടുക്കാൻ എന്താ ചോദിക്കണ? അതിന്റെ ആവശ്യമില്ല. ആവശ്യം വരുമ്പോഴല്ലേ അപ്പൊ അവള് ചോദിച്ചോണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മോള് 10 ദിവസം വിരുന്ന് വന്നതാ. അന്യം വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇത് ഇവിടെ മരുവോ നമ്മ വന്നത് എപ്പോഴും നമ്മ നോക്കണത് ആ കുട്ടി തന്നെയാ. അത് നീ ആലോചിക്കട്ടാ. അല്ലാണ്ട് നീ മോളെന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നാലേ ഈ മണ്ണ മരുമോളില്ല, അത് വയസ്സാണ് കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് തരാണ്ടാവും. എപ്പോഴും തന്നെ ചീത്ത പറഞ്ഞോണ്ടിരുന്ന പറയണ മനസ്സിലായില്ലേ? ഇന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയോളൂ. പറഞ്ഞില്ലാന്ന് പറഞ്ഞ ഞാനെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കണേ. എനിക്ക് അവളോട് സ്നേഹം ഇല്ലാന്നല്ല. ഇനിയിപ്പൊ ഇവളെ അതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇവളുടെ ഭാഗം നിക്കണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം വരൂല്ലേ? എനിക്ക് സ്നേഹം ഇല്ലാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ മോളോട് അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കണ്ടേ? അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ചോദിച്ചതാക്കിയത് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞ പോലെ ഏത് നേരം ഞാൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കണെന്ന് അറിയുന്നത്. അതാണ്. എനിക്ക് സ്നേഹം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ നോക്കണ മോളാണ്. 10 ദിവസം നമ്മുടെ മോള് നിന്നിട്ട് അവരുടെ വീട്ടിൽ അവിടുത്തെ ഉമ്മയിപ്പിയാണ് അവളുടെ. ഇവിടത്തെ ഉമ്മയിപ്പി നമ്മുടെ മോളാണ് നമുക്ക്. എനിക്കെല്ലാം മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സ്നേഹം ഇല്ലാന്നും പറയണ്ട. എനിക്ക് എല്ലാം എന്റെ മോളെ പോലെ തന്നെ ആവുള്ളൂ. അപ്പൊ അതാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനിയിപ്പൊ അത് കേട്ടിട്ട് വരണ്ട. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും.